ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. നോമ്പിൻ്റെ 14 ദിവസമായ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. 21-ാമത്തെ വാക്യം ഇപ്രകാരമാകുന്നു: പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൽ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കാറുണ്ടോ? വിളക്ക് തണ്ടിന്മേൽ അല്ലയോ വെക്കുന്നത്? He said to them, Do you bring in a lamp to put it under a bowl or a bed? Instead, don't you put it on its stand? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനത്തിൻ്റെ നാഥനാകുന്ന കർത്താവേ, വചനത്തിലൂടെ നീ അനുദിനം ഞങ്ങളോട് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് നൽകി തന്ന വചനം ധ്യാനിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ധ്യാനത്തിന് ചുറ്റുപാടുകളെ പ്രശോഭിപ്പിക്കുവാൻ പകർന്നു തന്ന വചനമാകുന്ന ദൈവിക വെളിച്ചം, ദ ഡിവൈൻ ലൈറ്റ്, ദ വേർഡ് poured out to illuminate the surroundings എന്ന തലക്കെട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ചുറ്റുപാടുകളെ പ്രശോഭിപ്പിക്കുവാൻ പകർന്നു തന്ന വചനമാകുന്ന ദൈവിക വെളിച്ചം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് തൻ്റെ പിന്നാലെ വരുന്ന ജനത്തോട് ഉപമകളിലൂടെ സംസാരിക്കുന്ന കർത്താവിനെയാണ്. വിധക്കാരൻ്റെ ഉപമയോടെ മർമ്മങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുത്തതിന് ശേഷം ഉള്ള വേദഭാഗങ്ങൾ ആകുന്നു ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രസ്തുത വേദഭാഗം. വചന കേൾവിയും അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള ഉപയോഗവും എപ്രകാരമായിരിക്കണമെന്ന് കത്തിച്ചു വെച്ച വിളക്കിൻ്റെ ഉപമയിലെ ചില കാര്യങ്ങളിലൂടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നു. ഒന്നാമതായി, ദ ലാമ്പ് ആൻഡ് ലൈറ്റ്, വിളക്കും വെളിച്ചവും. The lamp and light represents the truth of God's kingdom, the gospel and the faith of believers. ദൈവരാജ്യത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും സത്യത്തെയും വിശ്വാസികളുടെ വിശ്വാസത്തെയും ദ ലാമ്പ് ആൻഡ് ലൈറ്റ് പ്രതിനിധീകരിക്കുന്നു. രണ്ടാമതായി, ദ സ്റ്റാൻഡ്. The stand symbolizes the proper place for this light, openly displayed to give light to all. വിളക്ക് മരം വെളിച്ചത്തിന് അനുയോജ്യമായ സ്ഥലത്ത് പ്രതീകപ്പെടുത്തുന്നു. എല്ലാവർക്കും വെളിച്ചം നൽകുന്നതിനായി തുറന്ന നിലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മൂന്നാമതായി, ഹൈഡിങ് ദ ലൈറ്റ്, വെളിച്ചം മറയ്ക്കുക. ദ ലൈറ്റ് പുട്ടിംഗ് ഇറ്റ് അണ്ടർ എ ബാസ്ക്കറ്റ് ഓർ ബെഡ് മീൻസ് കൺസീലിംഗ് ഫെയ്ത്ത്, keeping the gospel private or failing to leave out one's belief, which hinders its purpose. നമുക്ക് ലഭിച്ച വെളിച്ചത്തെ ഒരു കൊട്ടയ്ക്കടിയിലോ കട്ടിലിനടിയിലോ വെക്കുന്നത് എന്തുകൊണ്ടും പ്രകടമാക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ നാം ഉദാസീനരായി ജീവിക്കുന്നതിനെയാണ്. നമുക്ക് ലഭിച്ച വചനമാകുന്ന വെളിച്ചം അത് കൂടുതൽ പേർക്ക് പ്രയോജനമാകുന്ന തരത്തിൽ ദൃശ്യമാക്കുന്ന ഇടത്ത് വയ്ക്കുമ്പോഴാണ് കൂടുതൽ വെളിച്ചം പങ്കുവയ്ക്കുവാൻ സാധ്യമാകുന്നത്. വെളിച്ചം വിളക്ക് മരത്തിൽ ഉയർത്തി വയ്ക്കുമ്പോൾ ചുറ്റുപാടുകളിലെ അന്ധത ഇല്ലാതാക്കും. കൂടാതെ ഇരുട്ടിൽ അകലെ നിൽക്കുന്നവർക്ക് പോലും ആ വെളിച്ചം കാണുവാനും വെളിച്ചത്തെ നോക്കി അതിന് അരികിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന കർത്താവ് ആത്മീയ അറിവ്, സത്യം, ജീവൻ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. കർത്താവ് പകർന്നു തന്ന ജീവന്റെ വെളിച്ചം അത് നിത്യജീവനിലേക്ക് നയിക്കുകയും ആത്മീയ അന്ധകാരത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇരുട്ടെന്നത് അറിവില്ലായ്മ, ദുഷ്ടത, ദൈവത്തിൽ നിന്നുള്ള വേർപിരിയൽ എന്നിവയാകുന്നു. കർത്താവ് പകർന്നു നൽകിയ വെളിച്ചം ഇതൊക്കെയും ദൂരീകരിക്കുകയും സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ആ വെളിച്ചം മറ്റുള്ളവർക്ക് ലഭ്യമാകുവാൻ കർത്താവ് ശിഷ്യന്മാരോടും നമ്മോടും ആഹ്വാനം ചെയ്യുന്നു.
ടാഗോറിൻ്റെ മനോഹരമായ ഗീതാഞ്ജലിയിൽ സന്ധ്യയ്ക്ക് കത്തിച്ച് മൺചിരാതുമായി പുഴയിലേക്ക് പോകുന്ന പെൺകുട്ടിയോട് ഇരുട്ടിലിരിക്കുന്ന മനുഷ്യൻ തൻ്റെ ഭവനത്തിലെ അന്ധത അകറ്റുവാൻ നിന്റെ മൺചിരാത് എനിക്ക് തരൂ എന്ന് പറയുന്നു. എന്നാൽ അത് കേൾക്കാതെ മൺചിരാത് പുഴയിൽ ഒഴുക്കി നിഷ്ഫലമാക്കി കളയുന്നത് വേദനയോട് രേഖപ്പെടുത്തുന്നു. നാമും നമുക്ക് ലഭിച്ച സത്യവെളിച്ചത്തെ നിഷ്ഫലമാക്കി കളയുന്നവരാണോ? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന കർത്താവെ, ചുറ്റുപാടുകളെ പ്രശോഭിപ്പിക്കുവാൻ പകർന്നു തന്ന വചനമാകുന്ന ദൈവിക വെളിച്ചത്തെ തണ്ടിന്മേൽ കത്തിച്ചു വയ്ക്കുവാനും അത് അനേകർക്ക് പ്രയോജനമാകുവാനും അനേകരെ സത്യവെളിച്ചമാകുന്ന അങ്ങിലേക്ക് ആനയിക്കുവാനും ഈ നോമ്പുകാലങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.